യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജിയിൽ ഒതുങ്ങുമോ ഈ വിവാദം എന്നാണ് ചോദ്യം. ആൻറ്റോ അഗസ്റ്റിൻ, അങ്ങനെയാണ് നിലവിൽ നിൽക്കുന്നത്. അതിനുള്ള വിശദീകരണമായിട്ട് നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് സഹയാത്രികനടക്കം പറയുന്നത് അങ്ങനെയൊരു ഫോർമുല നേരത്തെയുണ്ട്. മുകേഷിൻ്റെ കാര്യത്തിൽ ബാധകമായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ബാധകമാണ്. നേരത്തെ എൽദോസ് കുന്നപ്പള്ളിക്ക് ബാധകമാണ്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ MLA സ്ഥാനം രാജിവെച്ച് വന്നാൽ പിന്നീട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല. അത് ലോജിക്കലായ ആർഗ്യുമെൻറ്റുമല്ല എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതികഠിനമാണ്. നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കാൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. പക്ഷേ എന്നിട്ടും VD സതീശൻ അടക്കമുള്ളവർ കോൺഗ്രസിൻ്റെ നേതൃത്വം 30 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുത്തു എന്ന് അഭിമാനിക്കുകയാണ് ഇപ്പോഴും. MLA സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞങ്ങൾ അനൗൺസ്മെൻ്റ് വന്ന് മണിക്കൂറുകൾക്കകം MLA തീരുമാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ്, അല്ലേ? പാലക്കാട് മണിക്കൂറുകൾക്കകം, ഏറ്റവും ആദ്യം മണിക്കൂറുകൾക്കകം MLA തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ഒരു MLA-ക്കെതിരെ, ഒരു യുവ MLA-ക്കെതിരെ ഒരു സ്ത്രീ പരസ്യമായി പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് അതിൽ തീർന്നോ? രണ്ടാമത്തെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏകദേശം 12 മണിക്കൂർ കഴിയാൻ പോവുകയാണ്. മൂന്നാമത്തെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിയാൻ പോവുകയാണ്. എന്ത് നടപടി MLA-ക്കെതിരെ സ്വീകരിച്ചേ? ഞാൻ ജിമ്മി സാർ പറഞ്ഞ കാര്യത്തിനോടെയാണ് നിൽക്കുന്നത്. പാർട്ടി പദവി എന്ന് പറയുന്നത് അവർക്ക് എന്ത് തീരുമാനിക്കാം. അവർക്ക് പീഡകനെയാണ് പ്രസിഡൻ്റ് ആക്കണേ ആക്കിക്കോളൂ, നിങ്ങൾ പീഡകനെയാണ് സെക്രട്ടറി ആക്കണേ ആക്കിക്കോളൂ. കേരളത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും പെൺകുട്ടികൾക്ക് റോഡിൽ കൂടി ഇറങ്ങി നടക്കാൻ MLA പേടിക്കണമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കള്ളനെ പേടിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോവിന്ദചാമിനെ പേടിക്കാം, ആരെ വേണമെങ്കിലും പേടിക്കാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA പേടിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. കേരളത്തിലെ ഒരു MLA എന്ന് പറയുന്നത് ബൈ ഇലക്ഷനാണെന്ന് ഓർക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. ഇത് ഈ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് കേൾക്കുന്നുണ്ട്. ആരും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നറിയോ? പറയാത്തതിന് കാരണം ഇത് പറഞ്ഞാൽ ഈ MLA തോൽപ്പിക്കാൻ ഇറങ്ങിയ കെട്ടുകഥയാന്ന് പറഞ്ഞേനെ, അല്ലേ? ഇത് അന്നും ഇന്നൊന്നും ചർച്ച ചെയ്യാൻ തുടങ്ങിയതല്ല. ഈ പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസത്തിന് മേലെയായി. പക്ഷേ ആരും പറയുന്നില്ല, തെളിവ് പറയുന്നില്ല. ഈ പാർട്ടി ഫോറങ്ങളിലാണ് പറയുന്നത് ചർച്ച ചെയ്യുന്നത് 4 മാസത്തിന് മേലെയായി. പൊതുജനം ചർച്ച ചെയ്യാൻ തുടങ്ങി 2 മാസമായി. മനസ്സിലായില്ലേ? കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഇത് പാർട്ടി അറിഞ്ഞില്ലേ? ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവൊക്കെ പോയത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഏത് വാർത്ത? ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവിനോട് പോയിട്ട്, ചോദിച്ചതാണ് KPCC പ്രസിഡന്റിനോട് പോയിട്ട്. ചോദിച്ചപ്പോൾ എന്താ പറയുക? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഏത് വാർത്ത? അങ്ങനെ മുഖമില്ലാത്ത ആൾക്കാർ പലതും പറയും. പ്രസിഡൻ്റായപ്പോൾ പറഞ്ഞില്ലേ? ചോദിച്ചാൽ പ്രസിഡൻ്റായപ്പോൾ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം മുഖമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒന്ന് പറയുന്നില്ലേ? വ്യക്തമായിട്ട് വന്ന് പറയുകയാണ്. നിന്നെ പീഡിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന MLA ആണ് കേരളത്തിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്ത് ആരെങ്കിലും പറയുമോ? MLA വേണ്ട, സാധാരണക്കാരൻ പറയുമോ? ഇനി പീഡിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പീഡിപ്പിക്കുമോ? എന്തൊരു ഗതികേടാന്ന് നോക്കണം. കേരളത്തിലെ അവസ്ഥയൊന്നും പോയി നിൽക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞല്ലോ നേരത്തെ, മന്ത്രിസ്ഥാനം രാജിവെച്ച ആൾക്കാരുടെ. ഇത്രയൊന്നും ആരോപണം വന്നിട്ടില്ല. ഒരാരോപണമാണ്. ഇത് പടപടാന്ന് പറയാണ്. ഏത് ഗർഭിണിയാക്കിയത് മാത്രമല്ല, അതിന് ഗർഭചിത്രം നിർബന്ധിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? പിന്നെ ക്വിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ കമാന്നൊരക്ഷരം വാ തുറന്ന് മിണ്ടുന്ന കണ്ടോ? ഇതിനെക്കുറിച്ചിട്ട് തീവ്രത ഇളക്കാൻ പോയേക്കാണ്. തീവ്രത ഇളക്കാൻ വേണ്ടിയിട്ട് CPM-നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്താണ്? തീവ്രത ഇളക്കുന്ന മിഷനുണ്ടോ അവരുടെ കയ്യിൽ നിന്നാണ് ചോദിച്ചേ? ഇപ്പം കാഠിന്യം ഇളക്കാൻ പോയേക്കാണ്. കാഠിന്യമുള്ള പരാതിയാണ് നിങ്ങൾ നടപടിയെടുക്കുക. എന്താ കാഠിന്യം? ഏത് രീതിയിലാണ് കാഠിന്യം വേണ്ടത്? പീഡിപ്പിക്കുന്ന വീഡിയോ കൊണ്ട് കൊടുക്കണോ? അതാണ് കാഠിന്യത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ വന്ന് പറയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്ന ആരാ? MLA പറയുന്നത്. ഇവരെ ഒരു പരാതി ഉണ്ടെങ്കിൽ പോയി കാണേണ്ട നേതാവ് MLA ആണ്. ഒരു നാട്ടിൽ പ്രശ്നമുണ്ടായി പോയി കാണേണ്ട നേതാവ് MLA ആണ്. ആ MLA മുന്നിൽ പരാതി കൊണ്ടുപോകുന്ന സ്ത്രീനെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അത് ന്യായീകരിക്കാമെന്ന് പറയാണ്. എന്ത്? ഞാൻ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ്, അച്ഛനെ പോലെ കണ്ട കുട്ടിയാണതെന്ന് പറയാണ്. അങ്ങനെയാണോ? അച്ഛനെ പോലെ കണ്ട കുട്ടികൾ അങ്ങനെയാണ് പെരുമാറുക? നിങ്ങളുടെ കുട്ടികൾ ആരുടെയും വന്ന് ഇങ്ങനെ ഒരുത്തൻ ഹോട്ടൽ മുറിയിലേക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുക? എന്നിട്ടാണ് അവൻ MLA സ്ഥാനം കൊടുത്ത് ജയിപ്പിച്ചു വിടുന്നത്. എന്നിട്ടാണ് എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അല്ല അദ്ദേഹം. നോർമലി കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ ആരാ മന്ത്രി? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒഴിവാക്കിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമോ? നോർമലി ചിന്തിച്ചാൽ മതി. ഇപ്പം ഈ വിവാദം പുറത്തു വന്നില്ല, അടുത്ത മന്ത്രിസഭയിലെ മന്ത്രിയാണ് അദ്ദേഹം, അല്ലേ? ജയിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെ പിന്നെ ഈ പറയുന്നത്? ഇത് ഒരെണ്ണത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു പീഡന പരാതി വന്നാൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാവും, ഒരു മെസ്സേജ് പുറത്തു വന്നാൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാത്ത ഒരാളാണോ യൂത്ത് കോൺഗ്രസ് തലപ്പത്തിരിക്കുന്നത്? അങ്ങനെയാണോ? ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നുണ്ടല്ലോ പാലക്കാട്. സെക്കൻഡ് വെച്ച് ഫേസ്ബുക്ക് പോടുന്ന യുവ നേതാക്കന്മാരുണ്ടല്ലോ പാലക്കാട്.
സെക്കൻഡും 24 മണിക്കൂറായിട്ട് പോസ്റ്റ് ഇല്ലല്ലോ. മണിക്കൂർ വെച്ച് പോസ്റ്റ് ഇടും. എന്താ ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് പോയി. ഒരാളും ഇല്ല, കൂടെ കൊണ്ടു നടന്ന ആൾക്കാരും ഇല്ലല്ലോ, കൂടെ കൊണ്ട് പരിചയപ്പെടുത്തിയത് ആരെങ്കിലും ഉണ്ടോ? ഒരു വാക്ക് വേണ്ടിയിട്ടില്ല. VT ബൽറാം ഉണ്ടല്ലോ, പോസ്റ്റ് ഇടുന്നത് ഇപ്പൊ സെക്കൻഡ് വെച്ച് പോസ്റ്റാണ്, ടക്ക് പറയും പോസ്റ്റ് വരും. വന്ന് പ്രതികരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 24 മണിക്കൂറുകൾ കഴിയുകയാണ്. കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് അറിയോ? ഞാൻ പറയുന്നത് രാഷ്ട്രീയം മാറ്റി വെക്കണമെന്നേ. എന്തിനാണ് ഇതിനൊക്കെ രാഷ്ട്രീയം? എനിക്ക് CPM പറയേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ നിൽക്കരുത്. ഇന്ന് ഗോവിന്ദ മാഷ പത്രസമ്മേളനത്തിൽ ഞാൻ വളരെ മോശമായിട്ട് കാണുന്ന ആളാണ്. അത് ഏത് പാർട്ടി തീരുമാനം? കേരളത്തിലെ MLA ജനങ്ങൾക്ക് എന്താണ് MLAക്കെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല, അതിന് ശക്തമായ നിലപാടുകൾക്ക് സ്വീകരിക്കേണ്ടത് CPM എന്ന പാർട്ടിയല്ലേ, ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ സർക്കാരല്ലേ. അത് അവർ തീരുമാനിക്കണം. എന്താ അവർ തീരുമാനിക്കുന്നത്? പാർട്ടിയിലെ പ്രസിഡന്റ് സ്ഥാനം മാറ്റണോ തീരുമാനിക്കുന്ന കാര്യമല്ല. കേരളത്തിലെ MLA രാജിവെക്കണോ വേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഇതുപോലെയുള്ള ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1, 2, 3 ഒന്നല്ല കേട്ടോ, ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ TV തന്നെ 3 എണ്ണം കൊടുക്കും. ആ ആൾക്കാരുണ്ടല്ലോ ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മളെ തന്നെ കൊടുക്കുന്നുണ്ട്. കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കാനൊരു 3 എണ്ണം വേറെ ഇനി ഇരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു MLA കുറിച്ച് പറയുന്നത് ഇപ്പോൾ 3 എണ്ണം വന്നു, അഡീഷണൽ 3 എണ്ണം കൂടെയാണ് പറയുന്നത്. അപ്പം കേരളത്തിലെ MLA ഇതിനെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? MLAക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? സർക്കാരിന് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടിക്ക് ഇതിന് നടപടി സ്വീകരിക്കാൻ പറ്റും? എന്തിനാണ് എങ്ങനെ ഒരു MLA 6 മാസം കൂടി ഇല്ല, എന്തിനാ MLA ഇങ്ങനെ ഒരു MLA? ആ പാർട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. ഒരു കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്ക് ഏകദേശം 10-40 MLAമാരുള്ള ഒരു പാർട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഒരാൾക്ക് പറ്റില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പുതിയ KPCC പ്രസിഡന്റ് അല്ലേ അദ്ദേഹം പോകുന്ന കണ്ടില്ലേ? ഒന്ന് ആലോചിക്കുക, എന്തെങ്കിലും കുറ്റം ചെയ്ത മനുഷ്യനാണോ? എന്തെങ്കിലും കുറ്റം? ഈ VD സതീശനെ ഞാൻ പറയുന്നില്ല, കാരണം എന്താ, അദ്ദേഹത്തിന് വായിൽ വെള്ളമില്ലാതായിപ്പോയി, സംസാരിക്കാൻ പറ്റുന്നില്ല, ദേഷ്യപ്പെടുകയാണ്. കാരണം ശരിയായിരിക്കും, കാരണം അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർ ഭാഗവാക്കാക്കേണ്ട അവസ്ഥയാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് അവർക്കതിന് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്താ വന്ന് പ്രതികരിക്കുക? ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു 1, 2, 3 അല്ലല്ലോ വരുന്നത്. ഒരു പരാതി, ഇപ്പം ഞാൻ പറയാം, ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ ഒരു പ്രണയത്തിൽപ്പെട്ടു, അവർക്കിടയ്ക്ക് തിരിയേണ്ടി വന്നു, ഒരു പ്രശ്നം ഉണ്ടായി, ശരി, അങ്ങനെയാണെങ്കിൽ ഒരു അവിഹിതം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, ഒരു ഗർഭചിത്രം നടത്തേണ്ടി വന്നു, അതൊക്കെ നമുക്ക് കേൾക്കാൻ ഇത് ചെയ്യാം, കാര്യമല്ലോ. ഒരാൾ നേരിട്ട് പോലും കാണാത്ത ആൾക്കാർക്ക് വാട്സപ്പിൽ കൂടെ ഫോട്ടോ കണ്ടാൽ മതി, മെസ്സേജ് അയക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് നടപടി സ്വീകരിക്കേണ്ടത്? എന്നിട്ട് വന്നിട്ട് രാജിവെക്കുന്ന സ്ഥലത്ത് വന്ന് നാടകം കളിക്കുകയാണ് കിടന്നിട്ട്. രാജിവെക്കുന്ന സ്ഥലത്ത് എന്താ നാടകം കളിക്കുന്നത്? നിങ്ങൾ രാജിവെച്ചെന്ന് പറഞ്ഞോ, രാജിവെച്ചോ എന്ന് പറയുന്നത് എങ്ങനെയാ? രാജിക്കത്ത് കിട്ടിയത് കിട്ടിയ കേന്ദ്രം അറിയിക്കുകയാണ് നമ്മളോട്, ഇതാ രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, രാജിവെക്കുന്നു. അവിടെ നിങ്ങൾ കൊടുത്തില്ലേ, റിപ്പോർട്ടർ TV കൊടുത്തില്ലേ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട്? ഞാൻ രാജിവെച്ചോ? ഇപ്പം 1:35 1:30 ഇതാ ഈ സമയത്ത് ഞാൻ രാജിവെക്കുന്നു. എവിടുത്തെ നാടകം? അവിടെ ഒന്ന് നാടകം കളിക്കുക. പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഞാൻ തെറ്റ് ചെയ്തതിനല്ല രാജിവെക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തുവിട്ട വീഡിയോ വ്യാജമാണ്, പറയണ്ടേ? വ്യാജം പറയാം. ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, പറയണ്ടേ? എനിക്കെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, പറയണ്ടേ? എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, പറയണ്ടേ? പറഞ്ഞിട്ടില്ല. പറയാതെ എന്താ പറയുന്നത്? നിങ്ങൾ നാടകം കളിക്കുകയാണ്. പിന്നെ ചോദിക്കുകയാണ്, ഒരാൾ വന്ന് മറ്റേയാളോട് ചോദിക്കുകയാണ്, അതാ മറ്റേയാൾ അവിടെ ഇരിക്കുന്നില്ലേ മന്ത്രിസ്ഥാനത്ത്? അല്ല ചോദിക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ പീഡകൻ, ഇതാ വേറെ പീഡകനുണ്ടല്ലോ എന്ന് പറയാം. ആരാ പറയുന്നത്? പീഡിപ്പിച്ചത് തന്നെ വന്ന് പറയുകയാണ്. അത് കേൾക്കേണ്ട അവസ്ഥ കേരള കോൺഗ്രസ്സുകാരുണ്ടാക്കി തന്നെയാണ്. ചോദിച്ച് രാജി എഴുതി വാങ്ങിയിട്ട് കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറയണ്ടായിരുന്നോ, ഇതാ ഞങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, ആരോപണത്തിന് പേരിൽ പ്രസിഡന്റ് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, രാജിവെച്ചിട്ടുണ്ട്. ഇതാണ് പറയേണ്ടത്. സിമ്പിളായ ക്വസ്റ്റ്യൻ. അത് ന്യായീകരിക്കാൻ ഇറക്കി വിട്ടേക്കാണ്. ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ന്യായീകരിക്കുന്നത് മുഴുവൻ അവഹേളിക്കുകയാണ്, എല്ലാവരും അവഹേളിക്കുകയാണ്. നിങ്ങളെല്ലാവരും പൊട്ടന്മാർ, ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടാക്കിയ എന്താണ് ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ച ഞാനെന്തോ വലിയ ആള്, നിങ്ങളെല്ലാവരും മണ്ടന്മാർ എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ നാളെ രാവിലെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ സംവിധാനത്തിലും മറ്റുള്ള സംവിധാനത്തിലും ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങും പിണറായി വിജയനെതിരെ എന്നാണ് പറയുന്നത്, അല്ലേ? അതിന് ന്യായീകരിക്കാൻ ഇറക്കി വിട്ടേക്കാണ്. അത് കേൾക്കാനുള്ള ബാധ്യതയോ അത് കേൾക്കാനുള്ള ശൈലിയോ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്നേയില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇനി ഇതിനെക്കുറിച്ച് മറുപടി ഉണ്ടോ? ഇതിനെക്കുറിച്ച് മറിച്ചുണ്ടോ? അല്ല, ഈ ക്ലാരിറ്റിയോട് വന്ന് പറയണം, ഇത് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യം ഇപ്പം ഇല്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ. ഒരു മാന്യമായ ഭാഷയിൽ പറഞ്ഞുകൂടെ? ഞങ്ങൾ അന്വേഷിക്കട്ടെ. അപ്പോഴും തീവ്രത ഇളക്കാൻ പോവുകയാണ്. തീവ്രത അളന്നതിന് ശേഷമേ ഞങ്ങൾ ഇതൊക്കെ കൈകാര്യം. തീവ്രത ഇളക്കാൻ കേരളത്തിൽ പോലീസുണ്ട്, തീവ്രത ഇളക്കാൻ കേരളത്തിൽ സംവിധാനങ്ങൾ. ഇതാണല്ലോ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത്. CPM കോടതിയാവണ്ട, CPM അന്വേഷിക്കേണ്ട, CPM തീവ്രത ഇളക്കുന്ന മിഷനും കൊണ്ട് നടക്കേണ്ട എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ലേ? ഇപ്പം എന്താ പറയാൻ പറ്റാത്തത്?
ഇപ്പം പറയണം എൻ്റെ പാർട്ടിയിലും തീവ്രത ഇളക്കുന്ന മനുഷ്യരാരും വേണ്ട, അതിന് അന്വേഷിക്കാൻ പോലീസുണ്ട്. ഈ കാര്യം ഞാൻ അറിഞ്ഞ ഉടനെ പോലീസിൽ ഏർപ്പെടുത്തിക്കൊന്നല്ല വേണ്ടത്. ഒരു അച്ഛൻ്റെ മകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന അച്ഛനാണ് ഈ കാര്യം അറിയുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ഇനി ഒരാൾ ചെയ്യേണ്ടെങ്കിൽ അന്വേഷണ സംവിധാനത്തെ ഏൽപ്പിക്കുകയല്ല വേണ്ടത്, അത് പറഞ്ഞ് സെറ്റിലാക്കലല്ലോ വേണ്ടത്. അച്ഛൻ്റെ പോലെയുള്ളൂ, അച്ഛനല്ല കേട്ടോ. ഞാൻ അച്ഛൻ്റെ പോലെയാണ്, അച്ഛൻ്റെ പണിയെടുക്കണ്ട, അച്ഛൻ്റെ പോലെ എടുത്താൽ മതി. അതെന്താ അറിയേണ്ടത്? അന്വേഷണ സംവിധാനത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇങ്ങനൊരു സംവിധാനം കേട്ടിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ചെയ്തിട്ടില്ല. പക്ഷേ എന്താ ഇനി അതിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുക, ഇതുകൊണ്ട് തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും നാറി പുളിക്കുണ്ടെങ്കിൽ രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.